മനച്ചേട്ടാ നമുക്കങ്ങ് മാറിയേക്കാം. ചേട്ടൻ എന്നെ ഓർമ്മയില്ലേ? നമ്മളൊന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു. ഞാൻ വന്ന കാര്യം ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ഉറപ്പിച്ചല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. തിരക്കിലല്ലോ അല്ലേ? അല്ല, ആളുടെ വെഡ്ഡിങ് വീഡിയോഗ്രാഫി എനിക്ക് തരണം. ഡിസ്നി വെഡ്ഡിങ് വീഡിയോഗ്രാഫി ഞാൻ വേറൊക്കെ കൊടുത്തു. കൊടുത്തല്ലേ? സാരമില്ല, അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം. വരും, വരണമല്ലോ. പടാ. സാറേ, ആ കോൺട്രാക്ടർ എന്ത് ചെയ്യും? അല്ല, അയാളോട് പറയണം ഈ തൂപ്പ് കിട്ടുമ്പോൾ നാട്ടുകാരടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നിറച്ചിട്ടുള്ള സാറേ, ഇവിടെ എല്ലാം മുട്ടടിക്കാം. അല്ല, വർക്കിലാണ്. 10 മിനിറ്റ്, ഒരു സീരിയസ് കാര്യ. അളിയന്റെ ഫ്രണ്ട് കേറിക്കോ, നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യ. വാ, ഞാൻ വരാം. 2 കോഫി, 1 മസാല ദോശ. അല്ലല്ല, 3 കോഫി, 3 മസാല ദോശ. വട വെക്കണോ? പിന്നെ വട അല്ലേ? അളിയനെന്താ പെട്ടെന്നൊരു മിന്നൽ സന്ദർശനം? അച്ഛൻ നന്നു വിട്ടതാ കറിവത്തി കൊടുക്കാനായിട്ട്. പിന്നെ ഇത് മാത്രമല്ല, വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട്. എന്താ? കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ബാക്കിയുള്ളൂ. രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയന്റെ പെങ്ങളെന്താ പറഞ്ഞെന്നറിയാം? എന്ത് പറഞ്ഞു? രാത്രി 10 മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ വിളികൾക്കും അവളില്ലെന്ന്. എന്റെ പൊന്നളിയ, ഇത്ര അടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടി ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആബ്സല്യൂട്ട്ലി ഹോംലി ആൻഡ് അരിസ്റ്റോക്രാറ്റിക്. ഇതുപോലൊരു പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത്. ഞങ്ങളുടെ ഭാഗ്യം. എന്നാ അളിയ മടക്കി. താങ്ക്സ്. സത്യത്തില് മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണഭൂതനായ അളിയനാണ്. എന്ത് കരുതലായി മനുഷ്യന്. കൊടുക കളിയ, ഷേക്ക് ഹാൻഡ്. ഓൺലി റെസ്പെക്ട്. മനസ്സിലായി. കഴിക്കും. ഓ, ഇത് കഴിഞ്ഞില്ലേ? അയ്യോ, ഞാൻ തിന്നുമല്ല. അതെ, നമ്മുടെ കാറ്ററിംഗുകാരെ വിളിച്ചായിരുന്നു. അവരൊരു 5 മണിയാകുമ്പോഴേക്കും ഫുഡായിട്ട് എത്തും. നീ എന്തിനാ ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? കാര്യങ്ങൾ ഇവിടെ വരായില്ലേ? മീരവിടെ? അവള് ബ്യൂട്ടി പാർലറിലേക്ക് പോയേക്കാം. അത് പറഞ്ഞപ്പോഴാ നമ്മുടെ കുമ്പഴ വടക്കേൽ ഉണ്ണിത്താഞ്ചേട്ടന്റെ മോളിൽ ലീലാമണി ഇതുപോലെ കല്യാണത്തലേന്ന് രാത്രി ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞൊരു പോക്ക് പോയതാ. പിന്നെ 4 മാസം കഴിഞ്ഞപ്പോ ഇൻസ്റ്റാൾമെന്റ് നച്ചിട്ട് അവിടുന്ന് പൊക്കിയത്. മനോജിനറിയാം, മനോജിന്റെ ലൈനായിരുന്നു. നടന്ന കാര്യമൊന്നും പറയണ്ട. നാട്ടിലെ പല പെങ്കൊച്ചുങ്ങൾ അങ്ങനെ പോവായിരിക്കും. നമ്മുടെ മീര കൊച്ചു അങ്ങനെ പോത്തിരുന്ന് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഉറപ്പല്ല. നീ അത് നോക്കിക്കേ, എന്തോ ഒരു വശപശക്കില്ലേ, ആരെയോ കാത്തു വെക്കും പോലെ. നീ ടെൻഷൻ അടിക്കല്ലേ, അവൾ ഇറങ്ങി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാ. അവള് വന്ന്. എന്താ പ്രശ്നം? അവര് അതിനവർക്ക് നമ്മളറിയില്ലോ. അത് ശരിയാണല്ലോ. നീ എഴുന്നേക്കാവോ? പിന്നെ എഴുന്നേക്കാതെ. മീര നിങ്ങളെന്താ ഇവിടെ? പറഞ്ഞോ. എന്നെ പിക്ക് ചെയ്യാൻ വന്നാണോ? ഞാനിങ്ങ് വന്നേനല്ലോ. വേണ്ട, പോവാം, കേറ്. അയ്യോ, എനിക്ക് 1-2 ഷോപ്പിംഗ് കൂടെ ഉണ്ട്. ഞങ്ങളും വരാം. അല്ല, നിങ്ങളുടെ സമയം വൈകും. സാരല്ല, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാനും. എന്നാ ശരി.
ജോസേ ദേ അവൻ മറ്റവൻ അൻവർ ഷെരീഫ്. അന്നൂറോ? ആ ആ ചെക്കന്റെ കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. ആ ചെക്കനും ഉണ്ട്. ഇത് കല്യാണം അലമ്പാക്കാനുള്ള പരിപാടിയാണെങ്കിൽ പിടിച്ച് പൊട്ടിച്ചാലോ? എന്നിട്ട് നാട്ടുകാർ മുഴുവൻ അറിയിക്കും. ദേ പഠിക്കാൻ കൊണ്ട് കല ഉടക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. അല്ല ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അന്നറല്ലേ? ഞാൻ ജോസ് പീറ്റർ, മനുവിൻ്റെ സുഹൃത്താ. പിന്നെ കൊളീഗ് എന്നൊക്കെ പറയും. ഒന്ന് വരുമോ? ഒരു കാര്യം സംസാരിക്കാനാ. വരൂ. ആ അപ്പോൾ എങ്ങനെയാന്ന് പറ, ഒന്ന് ഒഴിക്കട്ടെ. എന്തിനാ? അനിയ, നീ ഇവിടെ വന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൾ ആങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഒന്ന് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാ നിങ്ങളുടെ ഘട്ടം വരുന്നുണ്ടേ. അളിയ കട്ടച്ചായ മാത്രമേ ഉള്ളൂ. അല്ല 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 കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു കല്യാണ തലേന്ന് ഞാനും ഒരു വീട്ടിൽ കയറി ചെന്നതാ. ഹനുമനെ അറിയോ? ഞാൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി എൻ്റെ ഇഷ്ടം തള്ളിക്കളഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് ചെക്കനെ കെട്ടാൻ തയ്യാറായി. അതറിഞ്ഞ് അലമ്പുണ്ടാക്കാൻ തന്നെയാണ് ഞാൻ ചെന്നത്. ഒരു ബലത്തിന് 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടക്കി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ആ പെൺകുച്ചിനെ എനിക്ക് എന്നെ കെട്ടിച്ചു തന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. ഉള്ള സമാധാനം കൂടെ പോയി. ഒരിക്കലും ഉപേക്ഷിച്ചു പോയ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കിയുണ്ടാവും. ഞങ്ങൾ തമ്മിൽ സ്ഥിരം അടിയായി, വഴക്കായി. സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം അവള് ഫാനിൽ കേട്ടു തൂങ്ങി. എടാ, നമ്മളെ വേണ്ടാത്തവരെന്തിനാണ് നമുക്ക്? വിട്ടുകളാ, നീ ചെറിയ പ്രായമില്ലേ, ജീവിതം എത്ര ബാക്കി കിടക്കുന്നു. അടി. നിങ്ങൾ പറഞ്ഞ ശരിയാ, നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. ജോസ് ചായൻ്റെ ആദ്യ ഭാര്യ മരിച്ച വിവരം എനിക്കറിയില്ലായിരുന്നു. ഇത്രയും സങ്കടം ഉണ്ടായിട്ടും ജോസ് ചായൻ എന്തെൻ്റെ അടുത്തൊന്നും പറയാറുന്നത്? എൻ്റെ പൊന്നമ്പടി ആര് മരിച്ച്? ഞാൻ ചുമ്മാ അവനെ ഒതുക്കാൻ വേണ്ടി വായിൽ വന്നൊരു കഥ പറഞ്ഞല്ലേ. ഒഴിക്കട്ടെ? ആ ഒഴിക്കേ. ആ മതി. എന്തു പറഞ്ഞവൻ പോയാ? എടാ, അവനൊരു പാവം ചെക്കനാ. ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നത്തിനും വരത്തില്ല. നീ അകത്തേല് അന്വേഷിച്ചു. വിട്ടോ വിട്ടോ വിട്ടോ. ഒരെണ്ണം അടിച്ചിട്ട് പോട്ടെ. വേണ്ട. ഹലോ, ആ മഹേഷ് ചേട്ടാ. ആ എനിക്ക് മനസ്സിലായി. അമ്മയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. ചേട്ടൻ കാത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഫോൺ വെക്ക്, ഇറങ്ങാൻ സമയായി. ആ അമ്മേ, ഒരു സെക്കൻഡ്. ജോർജ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു. ലാസ്റ്റ് മിനിറ്റില്ലേ, എന്താ ചെയ്യാ, പറ്റില്ല. അവിടെ ബസ്സെല്ലാം റെഡി ആയിട്ടുണ്ടേ. ഇറങ്ങണ്ടേ? സ്വീകരണം കുറച്ച് നേരത്തെ ആക്കണം. ഞാൻ വഞ്ചിപ്പാട്ടുകാരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇറങ്ങിയോ? നിങ്ങൾ ഇറങ്ങിയോ? മാളു എവിടെ? മാളു, നീ അവരുടെ കൂടെ കയറിക്കോ. അല്ല ചേച്ചി. ചേച്ചിക്ക് വന്നോളൂ, നീ പൊക്കെ. ഇന്നിപ്പോ എന്താ പറയണ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരണം എന്നാണോ? മീര ഫോൺ വെക്കേ. ഒരു മിനിറ്റ്. എന്താ ചെയ്യുന്നത് നീ? എന്താ നീ എന്താ പൊട്ടം കളിക്കാണോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാണോ നിന്റെ വിചാരം? നിനക്ക് ഏതോ ഒരു ഡിസ്നീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അമ്മേനെ കൂട്ടി കല്യാണം ഉറപ്പിക്കാൻ പോയവനാണ് ഞാൻ. ഈ അൻവർ ആരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിന്റെ ലിസ്റ്റിൽ അങ്ങനെ കുറെ പേരുണ്ടെന്ന് അറിയാം.
അതിൽ ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തി തന്നേനെ. അതൊന്നുമല്ലോ നിന്റെ ഉദ്ദേശം. ഇന്ന് ഈ കല്യാണ ദിവസം ഈ കോലത്തിൽ നീ ഫോണും പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴേ നീ എന്താ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഒപ്പം വളർന്ന പെങ്ങളെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ ദിവസം നിന്നോടിങ്ങനെ മിണ്ടേണ്ടി വന്നത് ഇതെന്റെ അവസ്ഥയാണ്. അച്ഛൻ്റെ ഫോട്ടോ പോയി ദക്ഷിണ വെക്ക്.